മഹേഷ് ദാസ് ആരുടെ യഥാർത്ഥ പേരാണ്? ബീർബൽ. മുഗൾ രാജാക്കന്മാരുടെ ഔദ്യോഗിക ഭാഷ ഏതായിരുന്നു? പേർഷ്യൻ. അതിപ്രശസ്തനായ ബർബോജി എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ശ്രീബുദ്ധന്റെ രൂപം ആദ്യമായി നാണയത്തിൽ കൊത്തിയ രാജാവ്? കനിഷ്കൻ. ജൈനമത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് ഏതു ഭാഷയിലാണ്? അർദ്ധമഗധി. ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ കൃതിയാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു? CR ദാസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ? ഹണ്ടർ കമ്മീഷൻ. പാകിസ്ഥാന് ആ പേര് നിർദ്ദേശിച്ചത്? റഹ്മത്ത് അലി. മഹാത്മാഗാന്ധിയെ ഏറ്റവും അധികം സ്വാധീനിച്ചതായി കരുതപ്പെടുന്ന പുസ്തകം? ടു ദി ലാസ്റ്റ്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി ഏതു ഭാഷയിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്? മറാത്തി. തഥാഗതൻ എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ സന്യാസി? ശ്രീബുദ്ധൻ. വജ്രയാന വിഭാഗങ്ങൾ ഏതു മതവുമായി ബന്ധപ്പെട്ടതാണ്? ബുദ്ധമതം. യാമിനി കൃഷ്ണമൂർത്തി ഏത് നൃത്തകലയിൽ പ്രശസ്തയാണ്? ഭരതനാട്യം. കോലാട്ടം ഏതു സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ്? തമിഴ്നാട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? മുംബൈ. ഏറ്റവും കൂടുതൽ വിദേശ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക്? ബാങ്ക് ഓഫ് ബറോഡ. ഇന്ത്യയിലെ സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ് എവിടെയാണ്? ഹൈദരാബാദ്. ദ ലീഡർ എന്ന പേരിൽ പത്രം പ്രസിദ്ധീകരിച്ച കോൺഗ്രസ് നേതാവ്? MM മാളവ്യ. പഞ്ചവത്സര പദ്ധതിക്ക് ഇന്ത്യ മാതൃകയാക്കിയ രാജ്യം ഏത്? റഷ്യ. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക്? നബാർഡ്. കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിന് നൽകുന്ന മുദ്ര? അഗ്മാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ രാസവള നിർമ്മാണശാല സ്ഥാപിച്ചത്? റാണിപ്പേട്ട. പിംബ്രി എന്ന സ്ഥലം എന്തിൻ്റെ പേരിലാണ് പ്രസിദ്ധമായത്? ആൻറ്റിബയോട്ടിക് നിർമ്മാണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. മധ്യപ്രദേശിലെ നേപ്പാനഗർ പ്രസിദ്ധമായിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ന്യൂസ് പ്രിന്റ്. 20 പരിപാടികൾ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 5-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. കേന്ദ്ര സർക്കാരിൻ്റെ ട്രൈസം എന്ന പരിപാടി ഏതു പഞ്ചവത്സര പദ്ധതി കാലത്താണ് തുടങ്ങിയത്? 6-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഇന്ത്യൻ പ്രസിഡന്റായി തീർന്ന ധനകാര്യമന്ത്രി? R വെങ്കിട്ടരാമൻ. പൊതുനികുതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുരാതന ഭാരത ഗ്രന്ഥം? അർത്ഥശാസ്ത്രം. പാവപ്പെട്ടവർക്ക് പാർപ്പിട സൗകര്യം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ആവിഷ്കരിച്ച പദ്ധതി? ഇന്ദിരാ ആവാസ് യോജന. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൈലറ്റ് രഹിത വാഹനത്തിൻ്റെ പേര് എന്താണ്? ലക്ഷ്യ. കൂടംകുളം ആണവ നിലയം എവിടെയാണ്? തമിഴ്നാട്. ഇന്ത്യൻ കരസേനയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹി. ഹോം ഗാർഡ് നിലവിലില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം? കേരളം. ആസാം റൈഫിൾസിൻ്റെ ആസ്ഥാനം? ഷില്ലോങ്. ചാച്ചാർ ലവി എന്ന് അറിയപ്പെടുന്ന സായുധ സേന? ആസാം റൈഫിൾ. ഇന്ത്യയിലെ ആദ്യത്തെ അണു റിയാക്ടർ ഏതാണ്? അപ്സറ. ISROയുടെ തലസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂർ. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം? കൽപ്പന. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാരപരിധിയിലുള്ള ഹൈക്കോടതി? ഗുവാഹട്ടി. 360-ാം വകുപ്പ് പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനം? പഞ്ചാബ്. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം?
ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിം. ഇന്ത്യയിൽ പട്ടികജാതിക്കാർ ഇല്ലാത്ത ഒരു സംസ്ഥാനം നാഗാലാൻഡ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. കർഷകരില്ലാത്ത കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. കേരളത്തിൽ കൊല്ലവർഷം ആരംഭിച്ചത് ആരുടെ കാലത്ത്? രാജശേഖര വർമ്മ. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ആലപ്പുഴ. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം 1945. ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്ന ദിവസം ഒക്ടോബർ 24. ഇന്ത്യയിൽ മറാത്ത ശക്തിയുടെ പതനത്തിന് കാരണമായത് മൂന്നാം പാനിപ്പറ്റ് യുദ്ധം. ഇന്ത്യയിൽ ആദ്യമായി 1 രൂപ നാണയം ഇറക്കിയത് ആരാണ്? ഷേർഷാ. ഇംപീച്ച്മെന്റിലൂടെ ബ്രിട്ടീഷ് പാർലമെന്റ് പുറത്താക്കിയ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കണം എന്ന് പ്രഖ്യാപിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക്റ്റ്. ബ്രിട്ടൻ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയ്. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് ദയാനന്ദ സരസ്വതി. ഇന്ത്യയിൽ ആദ്യമായി ഇൻകം ടാക്സ് നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒന്നാമത്തെ പ്രസിഡന്റ് W.C. ബാനർജി.